Yes, hi also welcome to X&Y Learning. അപ്പോൾ നിങ്ങൾ എല്ലാവരും MTSന്റെ പ്രിപ്പറേഷൻസിലാണെന്ന് അറിയാം. നിങ്ങൾ പലരും MTS ഓൾറെഡി കുറേ ക്വസ്റ്റൻസ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ കുറേ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MTSന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്ലേലിസ്റ്റ് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോളിനോമിയൽസിന്റെ ഫസ്റ്റ് സെഷൻ ആയിരിക്കും. സോ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ CBSE സ്റ്റുഡൻസിലാണ് കൂടുതലും ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ സ്റ്റേറ്റിനും ചോദിക്കാറുണ്ട്, പക്ഷേ വലിയൊരു അളവിൽ ഉണ്ടായിരിക്കുന്നതല്ല. നോക്കിയാൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് P of x equal to ഒരു വാല്യൂ തന്നിട്ടുണ്ട്, P of 1 എത്രയെന്ന്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ പോളിനോമിയൽ ചെയ്ത് അതിൽ എക്സിന് പകരം 1 അങ്ങ് കൊടുത്താൽ മതി. സോ P of 1 നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. എന്തായിരിക്കും P of 1 വരാൻ പോകുന്നത്? ഇവിടെ 2x³ ആണ്, അതിന് എക്സിന് പകരം 1 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അടുത്തെന്താ വരാൻ പോകുന്നത്? 3x² ആണ്. സോ 3 × 1² അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സോ ലാസ്റ്റ് 4x + 1 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 × 1 + 1 എന്നങ്ങ് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ആൻസർ നേരെ വാലിഡേറ്റ് ചെയ്യാം. ഇതെന്താ വരിക? അത് 2 ആണ് വരിക. അടുത്ത 3 ആണ് വരിക. അടുത്ത 4 വരും. അടുത്ത 1 വരും. എല്ലാം കൂടി ആഡ് ചെയ്താൽ 10 എന്നുള്ള ആൻസർ ഉണ്ട്. സോ ആൻസർ വരാൻ പോകുന്നത് C ഓപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്, എന്ന് നോക്കി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, g of x equal to ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? g of ½ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. സോ ഇതും നമ്മൾ എന്ത് ചെയ്താൽ മതി? g of ½ നേരെ കണ്ടുപിടിച്ചാൽ മതി. യെസ്, പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു പോളിനോമിയൽ അല്ല. ഓക്കെ, ഇതൊരു പോളിനോമിയൽ അല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോളിനോമിയൽ ഉള്ള ചാപ്റ്റർ ആയിട്ട് ചോദിക്കില്ല, പക്ഷെ വേറൊരു സംഭവമാണ്. ഇത് നമ്മൾ പോളിനോമിയൽ പഠിച്ച കൺസെപ്റ്റുകൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മനസ്സിലാക്കുക, g of x എന്ന് വെച്ചാൽ ഒരു പോളിനോമിയൽ അല്ല. ഓക്കെ, യെസ്, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ. സോ 2 × ½ സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ x - 2, അതായത് ½ - 2. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ വരിക? 2 × ½ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 ആണ്. -1 ഡിവൈഡഡ് ബൈ 1/2 - 2. അതെന്തായിരിക്കും? ഹാഫിൽ നിന്ന് 2 പോയാൽ ഈ 2 × 2 4 വരും. 1 - 4 ചെയ്താൽ -3/2 ഉണ്ടായിരിക്കും. സോ ഇവിടെ എന്താ വരിക? 2 × 1/2 ഇതെല്ലാം 1/4 ചെയ്താൽ നമുക്ക് ½ ആണ് കിട്ടുക. സോ ഇത് ½ കിട്ടും, 1/2 കിട്ടും, ½ ആണ്. ½ - 1 എന്ന് വെച്ചാൽ -½ ആയിരിക്കും. സോ -½ ഡിവൈഡഡ് ബൈ -3/2. അതായത് ഇത് എന്താ സംഭവം? നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. -½ ഈ 2 ഏറ്റവും മുകളിലോട്ട് കയറി വരും, ഡിവൈഡ് ബൈ ഈ 3 താഴോട്ട് കയറി വരും, -3. ഓക്കെ, ഈ മൈനസും കട്ടായി പോകും, 2 × 2 കട്ടായി പോകും. ആൻസർ വരാൻ പോകുന്നത് 1/3 ആയിരിക്കും. സോ ഏത് ഓപ്ഷനാണ് നമ്മളെ റൈറ്റ് ആൻസർ? D ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. യെസ്, എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a - ½ ഹോൾ ക്യൂബ്? ഓക്കെ, സോ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ a + b ഹോൾ ക്യൂബ്, a - b ഹോൾ ക്യൂബ്, അതിന്റെ ക്യൂബിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ എക്സ്പാൻഷനിൽ കുറേ ടേംസ് ഉണ്ടായിരിക്കും. അതിൽ ഭൂരിഭാഗം ടേംസിലൊക്കെ a ഉണ്ടായിരിക്കും. a ഇല്ലാത്തൊരു ടേം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും? ആ ലാസ്റ്റ് ടേം എന്താ വരുന്ന പോകുന്നത്? നമുക്ക് ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാത്രം എഴുതാം. ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ ചിന്തിക്കുന്നില്ല. ലാസ്റ്റ് ഒരു ടേം വരാൻ പോകുന്നത് -½ all raised to 3. ഇതാണ് കോൺസ്റ്റന്റ് വരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് a³ ആയിരിക്കും. അടുത്ത് -3a² b, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ വേറിയിട്ടല്ല, ലാസ്റ്റ് വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതെന്താ വരാൻ പോകുന്നത്? -1/2³ ആയിരിക്കും, അതായത് -1/8. ഇതാണ് ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സോ a ഓപ്ഷൻ അല്ല, D ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. -1/8 ആണ് ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട്. യെസ്, എന്നാ ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക്. യെസ്, if x - 1 and x - 2 are the factors of x³ + px² + qx - 2, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് p and q എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഫാക്ടർ തിയറം അല്ലെങ്കിൽ റിമൈൻഡർ തിയറം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ ഇതിനെ നമുക്കൊരു p of x എന്ന് അങ്ങ് വിളിക്കാം. ഓക്കെ, ഈ ഒരു സംഭവം p of x ആയിട്ട് അറിയപ്പെടും. p of x ആണ് ഇത്. p of x എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ x - a is a factor of p of x എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? p of a equal to 0 ആയിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കാം x - 1 is a factor. അതിന്റെ മീനിങ് എന്താണ്?
പി ഓഫ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. പി ഓഫ് 1 ഇവിടെ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? സോ 1 പ്ലസ് പി ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ക്യൂ ഇൻറ്റു 1 മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇവിടെ 1 - 2 എന്നുള്ള -1 വരും. അത് അങ്ങോട്ട് പോകും. നമുക്ക് കിട്ടും പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന്. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് അടുത്ത എക്സ് മൈനസ് 2 ഇസ് എ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് മൈനസ് 2ന്റെ കേസ് നമുക്കൊന്ന് ഇടാം. അപ്പൊ എന്താ സംഭവിക്കുക? പി ഓഫ് 2 എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സോ എക്സ് മൈനസ് 2 എന്ന് വെച്ചാൽ പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 2 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ പി ഓഫ് 2 കണ്ടുപിടിക്കാം. -0 അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. സോ പി ഓഫ് 2 എന്താ വരാൻ പോകുന്നത്? എക്സിന് പകരം 2 കൊടുത്താൽ മതി. സോ 2q പ്ലസ് ഓക്കെ 2q പ്ലസ് പി ഓഫ് എക്സ് ഓക്കെ പി ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ക്യൂ ഇൻറ്റു 2 മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് 8 വരും. 8 - 2 6 ആയിരിക്കും. 6 എങ്ങോട്ട് വന്നാൽ -6 ആയിട്ട് വരും. സോ ഇവിടെ ബാക്കി എന്താ വരിക? 4p പ്ലസ് 2q ഈക്വൽ ടു -6. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഈ രണ്ടെണ്ണം നമുക്ക് നേരെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ p പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഞാൻ ക്യാരി ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ രണ്ടിടത്ത് ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പോൾ എന്നിട്ട് ഞാൻ 2ന് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതാൻ പോവാൻ. 2p പ്ലസ് 2q ഈക്വൽ ടു 2. രണ്ട് സൈഡിലും 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ സംഭവം? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഈ കാണുന്നത്. ഇനി ഇത് രണ്ടും നേരെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ 4p മൈനസ് 2p ചെയ്താൽ നമുക്ക് 2p കിട്ടും. 2q മൈനസ് 2q ചെയ്താൽ 0 ആയിരിക്കും. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. -6 - 2 ചെയ്താൽ നമുക്ക് -8 കിട്ടും. സോ അതിന്റെ മീനിങ് പിന്റെ വാല്യൂ -4 ആയിരിക്കും. ഓക്കെ, പിയും ക്യൂവും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ക്യൂവിന്റെ വാല്യൂ 3 ആയിരിക്കും. കാരണം 3യും -4ഉം കൂടി ആഡ് ചെയ്താൽ 3 അല്ല 5 ആയിരിക്കും. മാറിപ്പോയി. യെസ്, 5 ആയിരിക്കും. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആൻസർ എന്താ വരിക? പിന്റെ ക്യൂവിന്റെ വാല്യൂസ് ചോദിച്ചാൽ p ഈക്വൽ -4ഉം q ഈക്വൽ ടു 5ഉം ആണ്. സോ ഡി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത്? ഫസ്റ്റ് റിലേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി. സെക്കൻഡ് റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി. രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്തു, ആൻസർ കിട്ടി. യെസ്, എന്നാൽ ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. പി ഓഫ് എക്സ് ഈക്വൽ ടു x² - 4x + 3. അങ്ങനെയെങ്കിൽ പി ഓഫ് 0 എന്താണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. എന്നിട്ട് കമന്റ് സെക്ഷനിൽ ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. MTSക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങാം. എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.